പ്രൈസ് ദ ലോർഡ്. Praise the Lord. ലിവിംഗ് സ്ട്രീംസ് യൂട്യൂബ് ചാനലിലേക്ക് കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. We welcome you all to the Living Streams YouTube channel. വെളിപ്പാട് പുസ്തകത്തിലെ മറ്റൊരു പുതിയ വിഷയമായി ഞങ്ങൾ ഞങ്ങളുടെ മുൻപിൽ വരികയാണ്. We are coming with a new topic from the book of Revelation. വെളിപ്പാട് പുസ്തകത്തിലെ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയങ്ങൾ നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞതാണ്. We have already studied the topics from Revelation chapter 1 till chapter 5. തുടർന്ന് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ അഥവാ അതിനെ മഹോപദ്രവകാലം എന്നറിയപ്പെടുകയാണ്. And thereafter chapter 6 to 18 is termed as the Great Tribulation period. 7 വർഷമാണ് മഹോപദ്രവകാലം എന്ന് കാണുന്നത്. The 7 years is considered as the Great Tribulation period. ഇതിൽ നിന്ന് 8 വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. And from here we are going to study 8 different topics. ഒന്നാമത്തെ വിഷയമായ 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധിയെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുകയാണ്. In today's episode we are going to study of the first topic that is called 7 seals judgment. ബൈബിൾ പറയുന്നത് കുഞ്ഞാടാൻ ക്രിസ്തുവാണ് ഈ മുദ്രകൾ പൊട്ടിക്കുന്നത്. Bible clearly teaches us that the Lamb, the Christ Jesus, breaks these seals. ഭൂമിയിൽ എന്തെല്ലാം നടക്കണമെന്നുള്ളത് സ്വർഗം തീരുമാനിച്ച് ഉറപ്പിച്ച വിഷയങ്ങളാണ്. Whatever need to take place in earth is already decided in heaven. അതിന്റെ അധികാരമുള്ളവൻ അതിന്റെ സമയമാകുമ്പോൾ അത് നടത്തുക തന്നെ ചെയ്യും. And the one who has the authority over this will definitely accomplish it on right time. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനോടുള്ള രക്ഷയെ അവഗണിക്കുന്നവർ തീർച്ചയായിട്ടും ഈ മഹോപദ്രവ നാളുകളിലേക്ക് കടന്നുപോകും. Whoever is leaving behind the salvation through Jesus Christ will definitely go through this great tribulation. യാക്കോബിന്റെ പീഡാകാലം, It is also called the distress of Jacob, ലോകാരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടാകാത്ത കഷ്ടകാലം, and the great tribulation that has not occurred since the foundation of the earth. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി എന്നിങ്ങനെ ആ നാളുകളെ അറിയപ്പെടുകയാണ്. And also it's termed as a night in which no one could work. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. യെരമ്യാ 30:7, മത്തായി സുവിശേഷം 24-ാം അധ്യായം 21-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാമത്തെ വചനം. This we could see in Jeremiah 30:7, and we could also see in Matthew 24:21, and in John chapter 9:4. ഒന്നാം മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള സംഭവങ്ങളെ കുറിച്ച് നമുക്ക് വെളിപ്പാട് പുസ്തകം 6-ന്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. And we will first discuss about what will happen with the breaking of the first seal that can be seen in Revelation chapter 6 verse 1 to 2. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. It's written, I watched as the Lamb opened the first of the 7 seals. Then I heard one of the 4 living creatures say in a voice like thunder, Come! I looked, and there before me was a white horse. Its rider held a bow, and he was given a crown, and he rode out as a conqueror, bent on conquest. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ മുദ്ര പൊട്ടിക്കുന്നതോടെ ഒരു വെള്ളക്കുതിരയെ കണ്ടതായിട്ടാണ്. Here it is written, as the first seal is broken, they have seen a white horse. അതിന്റെ പുറത്ത് കിരീടധാരിയായ ഒരുവൻ ഇരിക്കുന്നതായി പറഞ്ഞിരിക്കുന്നു. And on top of that, he saw someone who is sitting with a crown on his head. എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. And here we could see the entry of Antichrist. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ൽ 10 കൊമ്പും 7 തലയുമുള്ള ഒരു മൃഗം മഹാസമുദ്രത്തിൽ നിന്ന് കയറി വരുന്നതായി പറഞ്ഞിട്ടുണ്ട്. In Revelation chapter 13 verse 1, we could see a wild great beast having 10 horns and 7 heads coming out of the sea. ഇത് രണ്ടും എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനത്തെയാണ് കാണിക്കുന്നത്. These two are representing the entry of Antichrist. വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ എന്താണ് അർത്ഥമാക്കുന്നത്? What is being here said as the one who is sitting on a white horse? എതിർ ക്രിസ്തു ഭൂമിയിൽ ജനം തെറ്റിദ്ധരിക്കത്തക്ക വിധത്തിൽ സമാധാനം കൊണ്ടുവരുന്നത് കൂടാതെ താൻ സമാധാന വാഗ്ദാനവും ചെയ്യും. The Antichrist, which first of all with his entry, he will fool the people by promising peace. യെശയ്യാ പ്രവചനം 57:21 പറയുന്നത് ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു എന്നാണ്. In Isaiah 57 verse 21 it is written, there is no peace, says my God, for the wicked. അടുത്തത് വെള്ളക്കുതിരയുടെ പുറത്ത് ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുള്ളതായി പറഞ്ഞിരിക്കുന്നു. Moreover, it is written, the one who is sitting on the white horse, he has a bow in his hand. എന്നാൽ വില്ലിനോടൊപ്പം അമ്പില്ല. But with the bow he does not have an arrow.
അതിനാൽ ഒരു ശീതയുദ്ധ സമരമായിരിക്കും തന്റെ ആദ്യ നിലപാട്. That means first he will be adopting a cold war. അതായത് രാജ്യങ്ങളെ നയപരമായി പിടിച്ചടക്കുന്ന രീതിയായിരിക്കും. That means he will reign or rule upon nations with diplomacy. രണ്ടാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള സംഭവങ്ങൾ വെളിപ്പാട് പുസ്തകം 6:3 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. In Revelation chapter 6 verse 3 to 4 we could see what will happen with the breaking of the second seal. അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവൻ മനുഷ്യനെ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ച് ഒരു വലിയ വാളും അവന് കിട്ടി. It's written, when the Lamb opened the second seal, I heard the second living creature say, Come. Then another horse came out, a fiery red one. Its rider was given power to take peace from the earth and to make people kill each other. To him was given a large sword. രണ്ടാം മുദ്ര പൊട്ടിക്കുന്നതോടെ ഒരു ചുവന്ന കുതിര പുറപ്പെടുന്നു. With the breaking of the second seal, we could see a fiery red horse. ചുവന്ന കുതിരയുടെ പുറത്തിരിക്കുന്നവൻ മറ്റാരുമല്ല, എതിർ ക്രിസ്തു തന്നെയാണ്. And the one who is sitting on this horse is no one else. He is the Antichrist. ചുവന്ന കുതിര കാണിക്കുന്നത് താൻ മുഖേന തുടർന്ന് നടത്തുന്ന ശക്തിയേറിയ അഥവാ ചൂടുള്ള യുദ്ധത്തെയാണ്. And this red horse is represented here as the hot war that is going to be taken place thereafter through him. അതായത് ഇതുവരെ താൻ വാഗ്ദാനം ചെയ്ത സമാധാനം എടുത്തുകളയും. That means the promise of peace that he has given, he will take it away. തുടർന്ന് എതിർ ക്രിസ്തു തനിക്ക് കീഴ്പ്പെടാത്ത സകലത്തെയും പിടിച്ചടക്കാനുള്ള ഒരു ശ്രമം താൻ നടത്തും. Moreover, whoever is not surrendering to him, he will try his level best to rule and reign over them. മൂന്നാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള സംഭവങ്ങൾ വെളിപ്പാട് പുസ്തകം 6:5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. And what will happen with the breaking of the seventh seal, we could see in Revelation chapter 6 verse 5 and 6. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. It's written over here like that. മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത്. ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. It's written, and when he opened the third seal, I heard the living creature saying, Come. And I saw, and behold, a black horse, and he that thereon had a balance in his hand. And I heard, as it were, a voice in the midst of the 4 living creatures, saying, A measure of wheat for a shilling, and 3 measures of barley for a shilling, and the oil and the wine hurt thou not. ഇവിടെ ഒരു കറുത്ത കുതിരയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Here they are saying about a black horse. ഇത് കാണിക്കുന്ന ഈ സമയം മുതൽ അനേകർ മരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. It means that from here on many people will enter into death. കറുത്ത കുതിരയുടെ പുറത്തിരിക്കുന്നവന്റെ കയ്യിൽ ഒരു തുലാസ് പിടിച്ചിരിക്കുക. And the one who is seated on this horse had got a measuring scale in his hand. ഇത് അക്കാലത്ത് ഉണ്ടാകുന്ന ക്ഷാമം, വിലക്കയറ്റം എന്നിവയെ കാണിക്കുക. And this will be representing the famine and the inflation that will happen at that time. അതായത് മനുഷ്യന്റെ ഇഷ്ടാനുസരണം ആഹാര സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്ത ഒരു കാലമായിരിക്കും. It means with the will of man will not be able to buy goods for him. റേഷൻ സമ്പ്രദായത്തിൽ ആഹാര സാധനങ്ങൾ വാങ്ങാൻ നിർബന്ധിക്കപ്പെടും. Just like a ration, the people has to buy things. മനുഷ്യൻ എന്ത് കഴിക്കണമെന്നുള്ള നിയന്ത്രണം അടിച്ചേൽപ്പിക്കപ്പെടും. There will be a control over what human beings need to eat and buy and eat. അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു പണത്തിന് 1 ഇടങ്ങഴി കോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം എന്നാണ്. It's written, a measure of wheat for a shilling and 3 measures of barley for a shilling. ഒരു പണം അഥവാ കാശ് എന്നത് ഒരു റോമൻ ദിനാറാണ്. 1 shilling is a Roman dinar. മത്തായി സുവിശേഷം 20:2 പ്രകാരം യേശുവിന്റെ കാലത്തെ ഒരു ദിവസത്തെ കൂലിയായിരുന്നു. In Matthew chapter 20 verse 2, during Jesus time, it is a 1-day wages of a person. ആ കാലത്ത് ഒരു കാശ് കൊണ്ട് 8 ഇടങ്ങഴി ഗോതമ്പ് അല്ലെങ്കിൽ 24 ഇടങ്ങഴി യവം വാങ്ങാമായിരുന്നു. That time with 1 wages of 1 shilling, a person could buy 8 measures of wheat or 24 measures of barley. എന്നാൽ ഒരു ദിവസത്തെ കൂലി 500 രൂപയായി കണക്കാക്കിയാൽ അതുകൊണ്ട് മഹോപദ്രവ നാളുകളിൽ 1 ഇടങ്ങഴി ഗോതമ്പ് മാത്രമേ കിട്ടുകയുള്ളൂ. But if we consider rupees 500 as the minimum wage of a person, then during great tribulation he will be getting only 1 measure of wheat. കൂടാതെ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. Moreover, it is written that we should not harm wine and oil. അതിന്റെ അർത്ഥം ലക്സുറി ആയ ഫുഡ് ഐറ്റംസ് നല്ല വിലയായിരിക്കും, നല്ല സപ്ലൈ ഉണ്ടായിരിക്കും. It means the luxurious food items will be having a good supply as well as will have a higher price, right? എന്നാൽ അത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും അതിന്റെ വില. But that price will not be affordable. യെരമ്യാവിന്റെ ജയിൽവാസ ജീവിതത്തിൽ ഒരു ദിവസത്തേക്ക് ഒരപ്പം വെച്ച് നൽകിയതായ സിറ്റുവേഷൻ അന്നുണ്ടാകും.
When Jeremiah was in jail, he was used to given one piece of bread for single day. The same kind of situation can be seen in Great Tribulation. വിലാപങ്ങളുടെ പുസ്തകം 4:7-8 പ്രകാരം വെളുത്തും പവിഴ നിറമുള്ള സിയോൻ നിവാസികൾ അടക്കം ക്ഷാമനിമിത്തം അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തതായി മാറും. In Lamentation chapter 4 verse 7 and 8 it is written, their princes were brighter than snow and whiter than milk, but now they are blacker than soot. വിലാപം 4:5-2-11 വായിക്കുന്ന പ്രകാരം സ്വാദുഭോജനം അനുഭവിച്ച മുതിർന്നവരും കുട്ടികളും വഴിയിൽ തളർന്ന് പട്ടിണി കിടക്കും. In Lamentation 4:5 and 2:11 it is written, those people were eating good food, those adult as well as children will lie on the ground because they do not have any food to eat. വിലാപം 2:12 പ്രകാരം കുട്ടികൾ ആഹാര പദാർത്ഥങ്ങൾ ചോദിച്ചുകൊണ്ട് അമ്മമാരുടെ മടിയിൽ കിടന്ന് മരിക്കും. In Lamentation 2:12 it is written, the children will request or ask for food and they will die on the bosom of their mothers. പ്രിയമുള്ളവരെ, വിലാപങ്ങളുടെ ദിവസം 4:4 പറഞ്ഞിരിക്കുന്ന പ്രകാരം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പോലും അമ്മമാർ മടിക്കുന്ന ഒരു കാലമായി മാറും. In Lamentation 4:4 it is written so as that mothers will hesitate to give milk to their children. വിശപ്പ് കൊണ്ട് പൊറുതിമുട്ടുന്നതിനാ അപ്പന്മാർ മക്കളെയും മക്കൾ അപ്പന്മാരെയും തിന്നുന്ന ഒരു കാലമായി മാറും. And because of great hunger, the fathers will start eating their children and children will start eating their fathers. വിലാപം 2:20-4-10 പ്രകാരം അമ്മമാർ കുഞ്ഞുങ്ങളെ തിന്നേണ്ടി വരുന്ന ഒരു കാലഘട്ടമായി. According to Lamentation 2:20 and 4:10, the mothers will eat their children. ഈ വചനങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്ന ആ കാലത്തെ ക്ഷാമത്തിന്റെ കാഠിന്യം എത്രമാത്രം വലുതായിരിക്കും. All these Bible verses are clearly indicating the greatness of the famine that will happen at that time. നാലാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കാം. Now let's discuss about the breaking of fourth seal and the great events. വെളിപ്പാട് പുസ്തകം 6:7 മുതലുള്ള വാക്യങ്ങളാണ്. It's from Revelation chapter 6 verse 7 onwards. നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന് മരണമെന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു. അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. It's written, when the Lamb opened the fourth seal, I heard the voice of the fourth living creature saying, come. I looked, and there before me was a pale horse. Its rider was named Death, and Hades was following close behind him. They were given power over a fourth of the earth to kill by sword, famine, and plague, and by the wild beasts of the earth. ഇവിടെ ഒരു മഞ്ഞ കുതിരയെ കാണുന്നു. Here we can see a pale horse. അതിൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. പാതാളം അവനെ പിന്തുടർന്നു എന്ന് എഴുതിയിരിക്കുന്നു. And the one who is seated on it is called Death, and Hades followed him. അതിനർത്ഥം പിശാചി ശാരീരികമായും മാനസികമായും ആ നാളുകളിലെ ജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. Which means Satan will persecute people physically as well as mentally. യുദ്ധം, ക്ഷാമം, മഹാവ്യാധി എന്നിവ കൂടാതെ കാട്ടുമൃഗങ്ങളാൽ മുഖേനയും 1/4 4 ജനങ്ങൾ കൊല്ലപ്പെടുന്നതാണ്. Besides war, famine and plague, the rest of the population, about 1/4 of the population will be killed by the wild beasts also. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 40-ൽ ഒരാൾ വെച്ച് കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടും. It's considered that during Second World War, out of 40 people, one got killed. എന്നാൽ ഈ കാലഘട്ടത്തിൽ 4-ൽ ഒരാൾ വീതം കൊല്ലപ്പെടും. But during Great Tribulation, out of 4, one person will get killed. അക്കാലത്ത് കാട്ടുമൃഗങ്ങളാലുള്ള പീഡ വർദ്ധിക്കുമെന്ന് പറയുന്നു. And it is written, the attacks by wild beasts will increase during that time. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു സിംഹമോ കരടിയോ അല്ല, പിന്നെയോ എലിയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. It's considered that the greatest enemy of human being is not lion or any other wild animals, but it is the rats. ടെന്നീസ് യൂണിവേഴ്സിറ്റി ബാക്ടീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഫ്രാങ്ക് ഹോഡ്മാൻ പറയുന്നത് എലികൾ 35 തരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. Frank Hodgkin, the head of the bacteriological department, he says so that the rats can cause 35 different types of diseases. 4-ാം നൂറ്റാണ്ടിൽ അവയുടെ ഈച്ചകളിൽ നിന്ന് പടർന്നതായ ബുബോണിക് പ്ലേഗിനാൽ യൂറോപ്പിൽ 3 ഭാഗം ജനത്തെ കൊന്നുകളഞ്ഞതായി വായിക്കുന്നു. In 4th century, the flies that came out of such kind of rats spread bubonic plague, which has killed 3 parts of the European region. എലിയും മറ്റ് വന്യമൃഗങ്ങളാലുള്ളതായ നാശം മഹോപദ്രവ നാളുകളിൽ വളരെ കൂടുതൽ ഉണ്ടാകുന്നതാണ്. The persecutions and troubles due to the wild beasts as well as the rats will get greatly increased during the Great Tribulation. നമുക്ക് ഈ കൊറോണ കാലത്ത് മൃഗങ്ങൾ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ കടന്നു വന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. During this corona season also we had seen wild beasts roaming in commonly public places. ഈ പീഡകൾ കൂടാതെ മറ്റേതെങ്കിലും അണുവിസ്ഫോടനത്തിലൂടെ
അനേകർ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വരും. And beside these all persecution, due to some atomic explosion or nuclear explosion also, many people will be get killed. ബാക്ടീരിയ, ആറ്റോമിക് ബോംബ് പോലുള്ളവയും ഇപ്രകാരമുള്ള മരണത്തിന് കാരണമായേക്കാം. Bacteria as well as the atomic bomb, both will become a cause for great deaths. അഞ്ചാം മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കാം. Now let's discuss about the fifth seal breaking and the events thereafter. വെളിപ്പാട് പുസ്തകം 6:9 മുതലുള്ള വാക്യങ്ങളാണ്. It's there in Revelation chapter 6 verse 9 to 11. അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യഭേതുവായി അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു. വിശുദ്ധരും സത്യവാരുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കത്തിൽ വിളിച്ചു. അപ്പോൾ അവർ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. It's written, and when he opened the fifth seal, I saw underneath the altar the souls of them that had been slain for the word of God, and for the testimony of which they held, and they cried with a great voice, saying, How long, O Master, the holy and true, dost thou not judge and avenge our blood on them that dwell on the earth? And there was given them to each one a white robe, and it was said unto them that they should rest yet for a little time, until their fellow servants also and their brethren, who should be killed even as they were, should have fulfilled their course. വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, Through this verse we could understand that ദൈവവചനവും തങ്ങളുടെ സാക്ഷ്യവും നിമിത്തം അക്കാലത്ത് വിശ്വസിക്കുന്നവർക്ക് വലിയ പീഡനങ്ങൾ സഹിക്കേണ്ടതായിട്ട്, because of the word of God and because of the testimony of Christ Jesus, those who are trusting in God, they will be persecuted greatly. ഇവിടെ വായിച്ചു കേട്ട ഭാഗത്ത് രക്തസാക്ഷികളുടെ ആത്മാക്കൾ സ്വർഗത്തിൽ യാഗപീഠത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നതായി കാണുന്നു. In this verse we have seen the souls of the martyrs were crying in front of the altar. ഇവർ പഴയ നിയമ രക്തസാക്ഷികളുടെ ആത്മാക്കളാണെന്ന് ഗ്രഹിക്കാവുന്നതാണ്. It can be considered as that these are the souls of the Old Testament martyrs. മഹോപദ്രവ കാലഘട്ടത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവർ ധാരാളം ഉണ്ടാകും. And during the great tribulation also there will be great martyrs for God. വെളിപ്പാട് പുസ്തകം 20:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് ഈ രണ്ട് കൂട്ടർ മഹോപദ്രവകാല ശേഷം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതാണ്. In Revelation chapter 20 verse 4 to 6 it is written, these two types of martyrs, people groups, will be resurrected after the great tribulation. ആറാം മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കാം. Now let's see about the sixth seal breaking and the events thereafter. വെളിപ്പാട് പുസ്തകം 6:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. It is from Revelation chapter 6 verse 12 to 17. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രനും മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. And so when he opened the sixth seal, and there was a great earthquake, and the sun became black as sackcloth of hair, and the whole moon became as blood, and the stars of the heaven fell unto the earth, as a fig tree casts her unripe figs when she is shaken of a great wind. And the heavens was removed as a scroll when it is rolled up, and every mountain and island were moved out of their places. നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഈ മുദ്ര പൊട്ടിക്കുന്നതോടുകൂടെ വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതായി. Here we can see that with the breaking of this seal there is a great earthquake. അതായത് ചരിത്രത്തിൽ ഇതുവരെയും ഉണ്ടാകാത്ത ഏറ്റവും വലിയ ഭൂകമ്പം അപ്പോൾ സംഭവിച്ചു. Which means the greatest earthquake that has not occurred in the history of the whole world. തൽഫലമായി ആഗോള വ്യാപകമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. Because of that there will be great cosmic disturbances. പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. There will be great changes in the cosmic atmospheres. ഇത് കേവലം ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ കലാമിറ്റീസ് ആയിരിക്കില്ല. It will not be a natural calamity. ദൈവത്തിന്റെ ന്യായവിധിയാണ് ഇവിടെ ഒന്നൊന്നായി നടക്കുന്നത്. But it is the wrath of God that is been happening over here. ഇത് ഒരുപക്ഷേ മനുഷ്യന്റെ കയ്യിൽ ഇപ്പോഴുള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ പരിണത ഫലമായിരിക്കും. It may be due to the using of the nuclear weapons that are there in the hands of human beings. നമുക്കറിയാം ഇന്ന് നടക്കുന്ന അനേക ഭൂചലനങ്ങളിൽ ചിലത് ന്യൂക്ലിയർ പരീക്ഷണങ്ങളുടെ പരിണിത ഫലമാണെന്നാണ് നാം പറഞ്ഞു കേൾക്കുന്നത്. We also heard like that most of the earthquakes that is occurring nowadays are due to the testing of various nuclear weapons. ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? Do you know what will happen if nuclear weapons are used? നമ്മുടെ അറ്റ്മോസ്ഫിയർ അഥവാ നമ്മുടെ അന്തരീക്ഷം റോൾ ബാക്ക് ചെയ്യപ്പെടും. First of all, our atmosphere will be rolled back. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശം മാറിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. Here it is written, the sky is removed from its place. തന്നിമിത്തം അന്തരീക്ഷം പൊടിപടലങ്ങളാൽ നിറയും. Moreover, the environment will be
filled with dust. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ മലയും ദ്വീപും അവയുടെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയതായി It's പറഞ്ഞിരിക്കുന്നു. written over here that all the mountains and islands will be removed from its പ്രിയമുള്ളവരെ, place. ഭൂമി മുഴുവനും പിടിച്ചുലുക്കുന്ന ഒരു വലിയ ഭൂകമ്പമായിരിക്കും അത്. My beloved people, it will be such a great earthquake that will be shaking the entire earth. എന്നാൽ മത്തായി സുവിശേഷം 24:7-8 വരെ വാക്യത്തിൽ യേശു ഇതിനെ കുറിച്ച് പറഞ്ഞത് ഇതൊക്കെയും ഈറ്റ് നോവിന്റെ ആരംഭം എന്നത്രേ. In Matthew 24 verse 7 and 8, Jesus said regarding this that these are the starting or beginning of the birth pains. എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുത് വരാൻ പോകുന്നത് That means something which is more or greater than this is coming. ഇതിലും വലിയ മറ്റൊരു ഭൂകമ്പത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 16:18 പറഞ്ഞിട്ടുണ്ട്. A greatest earthquake you can see in Revelation chapter 16 verse 18. രണ്ടാമതായി നമുക്കിവിടെ കാണാൻ കഴിയുന്ന സൂര്യചന്ദ്ര നക്ഷത്രാദികളിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതായിട്ട്. The next we could see a great cosmic disturbances in sun, moon and stars. സൂര്യൻ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു, ഉൽക്കകൾ അഥവാ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു എന്ന് നമുക്ക് Sun കാണാൻ കഴിയും. became black, the moon became blood red, and the stars were starting falling on the earth. ഇത് സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ അല്ല, ഇതുവരെ നടന്നിട്ടുള്ള ബ്ലഡ് മൂൺ അനുഭവങ്ങൾക്കും അപ്പുറമായിരിക്കും അത്. This is not the normal lunar or solar eclipse or the normal blood moon that occurs nowadays. നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും എന്നത് ഉൽക്കകൾ വീഴുന്നതിനെയാണ് കാണിക്കുന്നത്. The stars are falling on the earth means these are the shooting stars that are falling on the earth. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഭൂമിയിൽ പതിച്ചിട്ടുള്ള ഉൽക്കകളിലും വച്ച് വളരെ വലിപ്പമേറിയ ഉൽക്കകൾ അന്ന് ഭൂമിയിൽ പതിക്കുക തന്നെ ചെയ്യും. It means such a kind of shooting star will be fell on the earth that has not ever fall on the earth since the foundation of the world. തൽഫലമായി വളരെ നാശങ്ങൾ ഉണ്ടാകും. And because of that there will be great destruction. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അത് ഇതിന്റെ ഒരു സൂചനകൾ മാത്രമാണ്. And whatever is happening nowadays, these are just a sample of what is going to happen. മൂന്നാമതോടെ പറഞ്ഞിരിക്കുന്ന പുസ്തക ചുരുൾ ചുരുട്ടുന്നത് പോലെ ആകാശം മാറിപ്പോകുന്നു എന്നാണ്. And another thing that is said over there is just like the book or paper is rolled, in the same way the sky will be rolled away. ഇതിന്റെ അർത്ഥം നമ്മുടെ അന്തരീക്ഷത്തിന് മാറ്റം ഭവിക്കും എന്നുള്ളതാണ്. It means our atmosphere will be changed. ഈ അന്തരീക്ഷത്തിന് 5 പാളികൾ ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. It is considered that our atmosphere has got 5 layers. അവ ട്രോപ്പോസ്ഫിയർ, They are troposphere, സ്ട്രാറ്റോസ്ഫിയർ, mesosphere, തെർമോസ്ഫിയർ, thermosphere എക്സോസ്ഫിയർ എന്നാണ്. and exosphere. ഇതിനെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നത്. There will be great changes in all these spheres. വെളിപ്പാട് പുസ്തകം 6-ാം 15 മുതൽ 17 വാക്യങ്ങളിൽ In Revelation chapter 6 verse 15 to 17, നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. it's written over there like ഈ that. കാലയളവിൽ ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസരും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ, അവരുടെ മഹാകോപ ദിവസം വന്നു ആർക്ക് നിൽപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. It's written, and the kings of the earth and the princes and the chief captains and the rich and the strong and every bondman and freeman hide themselves in the caves and in the rocks of the mountains, and they say to the mountains and to the rocks, fall on us and hide us from the face of him that sitteth on the throne and from the wrath of the Lamb, for the great day of their wrath is come, and who is able to stand? മഹാകോപ ദിവസം വന്നുവല്ലോ. The great day of wrath has come. മഹോപദ്രവ കാലത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. It's clearly written about the great tribulation days. ഇന്ന് സാക്ഷാൽ യുഗങ്ങളുടെ പാറയായിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കി വിളിപ്പാൻ സമയമില്ലാത്തവർ, whoever nowadays does not find time to look to the rock of ages called Jesus Christ, അന്ന് അക്ഷരീയമായ മലകളോടും പാറകളോടും തങ്ങളുടെ മേൽ വീഴാനായിട്ട് അവർ സഹായത്തിന് കേണപേക്ഷിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. those people will request to the mountains and rocks and caves to fall on them. They will start begging in front of them. പക്ഷെ അന്നത്തെ മലകളും പാറകളും അവർക്ക് ഉത്തരം നൽകുകയില്ല. But those mountains and rocks, they will not answer to their അവയൊന്നും request. അവർക്ക് സങ്കേതമായിരിക്കില്ല. That will not be a shelter for them. കഷ്ടം സഹിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. These peoples, they need to go through such kind of great tribulation. 6-ാമത്തെയും 7-ാമത്തെയും മുദ്രകൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവികമായ ഒരു ഇടവേളയുണ്ട്. Between the 6th and the 7th seal, there is a small bracket time period between these ഈ two. സമയത്ത് ചില പ്രത്യേക കാര്യങ്ങൾ സംഭവിക്കും. And during this time, some important things will happen. അവ 2 They are 2. ഒന്നാമതായി 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റിനെ കുറെ നാളുകളിലേക്ക് തടഞ്ഞു നിർത്തും. First of all, the 4 angels will hold together the 4 winds of the earth for some period of time. നമുക്കറിയാം, വായു സഞ്ചാരം ഭൂമിയിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും വൃക്ഷലതാദികൾക്കും
അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ആ ഒരു We വസ്തുതയാണ്. know the movement of air is very essential for all the human beings as well as for the plant kingdom. അതിനാൽ മനുഷ്യജീവിതം വളരെ ദുസ്സഹരമായി മാറും. Because of that, the human beings will enter into great trouble. വെളിപ്പാട് പുസ്തകം 7:1-8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ആമേൻ 144,000 എബ്രായരുടെ മാനസാന്തരവും അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവിടെ In വായിക്കുന്നുണ്ട്. Revelation chapter 7 verse 1 to 8, we could see the choosing of 144,000 people and the redemption. ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ഒരു കൂട്ടം ഇസ്രായേൽ ജനത അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. A group of people of Israel were accepting Jesus will be there at that time. അവർ ക്രിസ്തുവിന്റെ രാജ്യത്തിനായി വാഞ്ചിക്കുന്നവരും കാത്തിരിക്കുന്നവരുമായിരിക്കും. These are the people who are waiting for the kingdom of God. ഇവരുടെ നെറ്റിയിൽ ദൈവദൂതന്മാരാൽ മുദ്രണം നൽകപ്പെടും. And they will be sealed by the angels of God. അതായത് എതിർ ക്രിസ്തുവിന്റെ മുദ്രയായ 666 വ്യാപകമായി നടപ്പാക്കുന്നതിന് മുൻപ് ഇവർ ദൈവിക മുദ്ര പ്രാപിക്കും. That means before the seal of 666 of Antichrist will come into existence, before that these people will be sealed by the angels of God. ആ മഹോപദ്രവ കാലത്ത് ഈ എബ്രായരെ, ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഭൂമി മുഴുവൻ സുവിശേഷം അറിയിക്കുവാൻ ദൈവത്താൽ മിഷണറിമാരായി അയക്കപ്പെടുന്നു. During the great tribulation, these sealed peoples will be sent around the earth to spread the gospel. യഹൂദന്മാരെ മാത്രം ഈ സമയത്ത് രക്ഷിക്കുമെന്ന് ബൈബിൾ പറയുന്നില്ല. Bible does not say that God will be saving only Jewish people during this time. മത്തായി സുവിശേഷം 24:14 യേശു പറഞ്ഞത്, In Matthew chapter 24 verse 14 it's written, Jesus says like that. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും എന്നാണ്. It's written, and this gospel of the kingdom shall be preached in the whole world for a testimony unto all the nations, and then shall the end come. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിന്റെ സുവിശേഷം എന്ന്. It's written that the gospel of the kingdom. എന്നാൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കൃപയുടെ സുവിശേഷമാണ്. But now we are listening to the gospel of grace. എന്നാൽ രാജ്യത്തിന്റെ സുവിശേഷം ശക്തമായി ആ കാലയളവിൽ പ്രസംഗിക്കപ്പെടും. But the gospel of the kingdom will be preached during that time period. അഥവാ കർത്താവാകുന്ന യേശു ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിക്കാൻ വരുന്നു എന്നുള്ള സന്ദേശം. That means that God is going to put his kingdom or going to do his kingdom in this world. ഈ തിരുവചനം കൂടുതൽ അന്വർത്ഥമാകുന്നതും ഈ കാലയളവിലാണ്. And this prophecies will get fulfilled during this time periods. ഏത് കാലത്തും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുന്നവരെ ദൈവം അംഗീകരിക്കുന്നതാണ്. In any time period, whoever is repenting, Jesus will surely accept them. ഒടുവിലത്തെ മുദ്രയായ 7-ാം മുദ്ര പൊട്ടിക്കുമ്പോഴുള്ള സംഭവങ്ങൾ വെളിപ്പാട് പുസ്തകം 8:1 മുതൽ നമ്മൾ വായിക്കുന്നു. And the last seal breaking can be seen in Revelation chapter 8 verse 1 onwards. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗ്ഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി എന്നാണ് രേഖപ്പെടുത്തിയത്. It's written, and when he opened the seventh seal, there followed a silence in heaven about the space of half an hour. വാസ്തവത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു ഈ അരമണിക്കൂറോളം സ്വർഗ്ഗം മൗനമായത്? Why there was a silence of half an hour in heaven? മനുഷ്യരാശി മുഴുവൻ ശക്തി ക്ഷയിച്ചതായി 6-ാം മുദ്രയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. We have seen that by the sixth seal, the power of the humanity has come to an end. ഇവിടെ കരുണാമയനായ ദൈവം വീണ്ടും ജനത്തിന്റെ മാനസാന്തരത്തിനായി കാത്തിരിക്കുകയാണ്. But here the God of grace is waiting for the repentance of humans. ഏത് കാലത്തും ദുഷ്ടൻ തന്റെ ദുഷ്ടതയിൽ മരിക്കുന്നതിന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അല്ല. God never want the wicked to die in his wickedness. എന്നാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നതിന് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത്. But there we could see that the people are not getting ready. ആകയാൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വാസ്തവമായി യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ? Whoever is listening to me, have you repented from your sins and accepted Jesus Christ as your personal savior and preparing yourself for the coming of our Lord? ഇല്ല എങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക. If not, kindly take a decision now itself. അല്ല എങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, തീർച്ചയായും ആമേൻ അങ്ങനെ അല്ലാത്തവർ ഈ മഹോപദ്ര പീഡകൾ സഹിക്കേണ്ടതായിട്ട് വരും. Otherwise, I would like to remind you that if you don't do like that, you will also be going through that great tribulation. ഈ മഹോപദ്രവ കാലം ആരംഭിക്കാൻ ഇനി അധികം സമയമില്ല. There is no more time left for the starting of the great tribulation. അതിനു മുൻപ് കർത്താവിന്റെ സഭ ഇവിടുന്ന് എടുക്കപ്പെടുമെന്നുള്ള കാര്യം ഞാൻ മുൻപുള്ള എപ്പിസോഡിൽ പറഞ്ഞതാണ്. But before that, the church will be taken away from this earth. That has been already taught to you in the last episodes. ഈ ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഈറ്റുന്നതിന്റെ ആരംഭം പോലെ ഈ സത്യം നമ്മെ ഓർമ്മിപ്പിക്കും. Whatever events are happening in the world is indicating these are the beginning of birth pains. ഈ വിഷയം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ സന്ദേശം ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. With prayer, I would like to conclude this message. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വരുന്നതാണ്. With a new topic will be coming to you in your presence in the coming episode. ദൈവമാകുന്ന കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
May the God bless you all.